അളിയ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഈ ലോകത്ത് ഏത് പെണ്ണിനെ ഒന്ന് വിശ്വസിച്ച് പ്രണയിക്കും? സത്യം അളിയ, നീ ഇപ്പോൾ പറഞ്ഞത് 100% സത്യം. എടിയാ പിന്നെ വിളിക്കാതെ. സത്യം. സംഭവം എന്തെന്നറിയോ, ഇപ്പം ഇവന് ഇവളെ ഇഷ്ടമാണെങ്കിൽ ഇവക്ക് വേറൊരുത്തനെ ഇഷ്ടമായിരിക്കും. അപ്പം ഇവന് വേറൊരുത്തോളെ ഇഷ്ടം തോന്നും, ഇവളും അവനും തമ്മിൽ ചിലപ്പോൾ ഇഷ്ടമായിരിക്കും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തിരിഞ്ഞു നടക്കുവാടാ. ഇപ്പം ആരാ അവളാന്ന് വിളിച്ചത്? ഹേയ് അവളൊന്നുമല്ല, ഇത് വെറുതെ ഒരു ടൈം പാസ്. ഞാൻ ആരോടാ കണ്ടേ, ഇതിനോട് സംസാരിച്ചായിരുന്നേ മനസ്സിലായനെ അതിനെങ്കിലും. അളിയ നീ ആൺപിള്ളേരുടെ വല്ലതും കൂടെ കളയോ? ഞാൻ വിചാരിച്ച് പെൺപിള്ളേരെ ഇങ്ങനെ ഉള്ളെന്ന്. ഷോ നാടെങ്ങോട്ടാ എൻ്റെ പൊന്നടിയ. ഇത് നീ എഴുതി കേട്ടോ, ട്രൂ ലവ് അടിച്ച് 100% ആത്മാർത്ഥതയായിട്ട് ഒരു പെണ്ണിൻ്റെ അടുത്ത് ഇന്ന് നോക്ക്. അതുപോലെ തിരിച്ചും ഇപ്പോൾ സംഭവിക്കും. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ അത് തന്നെ നടക്കുന്നത്. വെറുതെ ഒരു കാര്യമില്ല, എനിക്കൊന്നും കേൾക്കണ്ട, എനിക്കിഷ്ടമല്ല. ഞാൻ ഇതിലങ്ങ് കെട്ടി തൂങ്ങട്ടെ, ചാകത്തില്ല. എനിക്കും ഉണ്ടായിരുന്നൊരു കാലം, ഇല്ലാത്ത ആത്മാർത്ഥത ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത് കൊണ്ടുവന്ന് ഞാൻ ആത്മാർത്ഥത വരുമായിരുന്നു. അവൾക്ക് ഇതുപോലെ ആത്മാർത്ഥത 5 പേരോടുണ്ടെന്ന് പിന്നെ ഞാൻ അറിഞ്ഞത്. അതൊക്കെ ശരിയായിരിക്കും, പക്ഷെ നിന്നെ പോലുള്ള കുറേ പേര് കാണും. അത് പറഞ്ഞപ്പോൾ ഓർത്തെ, നിന്റെ മറ്റേ കൊച്ചെന്തോ ആയി? അവള് കഴിഞ്ഞ മാസം രാഘവേട്ടൻ്റെ ബേക്കറി ഇരുന്ന് വേറൊരുത്തനായിട്ട് പപ്സ് നാരങ്ങളും കൂച്ചുന്നാണ്ടേ, അവർ തമ്മിലായി. പിന്നെ എനിക്ക് റോളില്ലല്ലോ. ഇതുപോലത്തെ സാഹചര്യങ്ങളിൽ പൊട്ടനാവുന്നെന്ന് നമുക്ക് സ്വയം തോന്നുമ്പോൾ നമ്മളൊരു സുഹൃത്തിനെ ഓർക്കുക. നിന്നെ എന്നെയൊക്കെ മെൻഷൻ ചെയ്യുന്ന ഒരു കൂട്ടാറുണ്ടല്ലോ ഗീവാവേയിൽ, ഇപ്പോഴും സാധനം കിട്ടുമെന്ന് വിചാരിച്ച് 5 മിനിറ്റ് മുമ്പേ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫോൺ എടുത്ത് നോക്കി അറിയാം. അവനൊക്കെ ലോകത്തിലെ ഏറ്റവും മരപ്പൊട്ടന്മാർ.